കാർ ഉടമകൾക്കും ഡ്രൈവർമാർക്കും വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. ഫാസ്ടാഗ് ലഭിച്ചതിനു ശേഷം വാഹന വിവരങ്ങൾ വീണ്ടും സ്ഥിരീകരിക്കുന്ന നോ യുവർ വെഹിക്കിൾ അഥവാ KYV നടപടിക്രമം 2026 ഫെബ്രുവരി 1 മുതൽ പൂർണ്ണമായും നീക്കം ചെയ്യുന്നു. കാറുകൾ, ജീപ്പുകൾ, വാനുകൾ എന്നിവയ്ക്ക് നൽകുന്ന പുതിയ ടാഗുകൾക്കാണ് ഈ ഇളവ് ബാധകം. ഫാസ്ടാഗ് ശരിയായ വാഹന നമ്പറുമായി തന്നെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നും വ്യാജ ടാഗുകൾ ഉപയോഗിക്കുന്നില്ലെന്നും ഉറപ്പാക്കാൻ ടാഗ് ലഭിച്ചതിന് ശേഷം നടത്തുന്ന പരിശോധനയായിരുന്നു KYV. എന്നാൽ രേഖകൾ ആവർത്തിച്ച് അപ്ലോഡ് ചെയ്യുന്നതും ഫോട്ടോകൾ അയക്കുന്നതും വാഹന ഉടമകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത്. ഈ കാലതാമസവും പരാതികളും പരിഗണിച്ചാണ് പ്രക്രിയ ലളിതമാക്കാൻ NHAI തീരുമാനിച്ചത്. ടാഗ് നൽകുന്നതിന് മുൻപ് തന്നെ വാഹനത്തിന്റെ വിവരങ്ങൾ പരിശോധിക്കാനുള്ള ചുമതല ഇനി ബാങ്കുകൾക്കായിരിക്കും. വാഹൻ ഡേറ്റാബേസ് വഴി ബാങ്കുകൾ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കും. ഡേറ്റാബേസിൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിൽ മാത്രം RC ബുക്ക് പരിശോധിക്കും. ടാഗ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കും. അതിനാൽ ടാഗ് ലഭിച്ചാലുടൻ തടസ്സമില്ലാതെ ഉപയോഗിച്ചു തുടങ്ങാം. നിലവിൽ ഫാസ്ടാഗ് ഉള്ളവർക്ക് ഇനി മുതൽ KYV ഒരു പതിവ് പ്രക്രിയ ആയിരിക്കില്ല. അനാവശ്യമായി രേഖകൾ സമർപ്പിക്കേണ്ടി വരില്ല. എല്ലാ ടാഗുകൾക്കും KYV ഒഴിവാക്കിയെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പരിശോധന ഉണ്ടായേക്കാം. ഈ പരിശോധന ഇനി എപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത്? ടാഗ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതി ഉണ്ടായാൽ, തെറ്റായ വാഹനത്തിലാണ് ടാഗ് പതിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയാൽ, ടാഗ് അസാധുവാണെന്ന് സംശയിക്കപ്പെട്ടാൽ. ഇനി ഈ പരിഷ്കാരം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫാസ്ടാഗ് എടുക്കുന്ന പ്രക്രിയ വേഗത്തിലാകുന്നു. ഒരേ രേഖകൾ ആവർത്തിച്ച് സമർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാകുന്നു. പിന്നെ ടോൾ പ്ലാസകളിലെ സാങ്കേതിക തടസ്സങ്ങളും പരാതികളും കുറയുന്നു.